എനിക്ക് വേണ്ടത് എൻ്റെ അപ്പൻ്റെ കൂടെയുള്ള വാസമാണ്. അത് കാരണം കൊണ്ട് മരണനാള് എൻ്റെതല്ല. അല്ലേ? ഞാൻ ഒരാളെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഒരാളെ ഞാൻ വിളിച്ചു. ഞാൻ വിളിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് ഇട്ടിരിക്കുക. ഇലക്ട്രോണിക്സ് ഷോപ്പ് ഒരു ഈച്ച പോലും വരത്തില്ല അദ്ദേഹത്തിൻ്റെ കടയിൽ. ഇതൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഉമ്മ കൂട്ടിയിരിക്കും. രാത്രി അമ്മ കടയിൽ കൊണ്ട് വീഴും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് വിളിച്ചു ദൈവത്തിനെ കേൾക്കാനായിട്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവം വരാമെന്ന് പറഞ്ഞു. കാരണം വേറെ നോക്കിയില്ല, വരാമെന്ന് പറഞ്ഞു. ആ ദിവസമായപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്താണെന്ന്. കട നിറച്ച് പണി വന്നു ബ്രദർ, കട നിറച്ച് പണി. നേരത്തെ ഈച്ച പോലും ഇല്ലായിരുന്നു, ഇപ്പം എന്തായി? കട നിറച്ച് പണിയായി. എന്തിനാണെന്നറിയാവോ? ഇവൻ അവിടെ നിന്ന് ഊരിപ്പോകരുത്, അല്ലേ? നീ ഊരിപ്പോകരുത്. കട നിറച്ച് പണിയായി. ഈ പണിയൊക്കെ ചെയ്തു കൊടുക്കാൻ കുറേ താമസമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് നീ വേണ്ടത്. ശുശ്രൂഷയുടെ ടൈമായി. അവർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടുവന്ന പണിയെല്ലാം കൊണ്ടുവന്നതുപോലെ എടുത്തോണ്ട് പോയി. ഇപ്പം വീണ്ടും ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക. പിശാചിൻ്റെ പരിപാടി കണ്ടോ? നിന്നെ ആത്മലോകത്തിൽ കയറ്റി വിടത്തില്ല. കാരണം നീ ആത്മലോകത്തിൽ കടക്കുമെന്ന് അറിഞ്ഞാൽ നിന്നെ കെട്ടാനുള്ള കയറുകൾ അവൻ്റെ കയ്യിലുണ്ട്. നിന്നെ കെട്ടും. കാരണം പിശാചിനറിയാം നീ ഒരു അപകടകാരിയായി തീരും. നീ ഒരു സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തിൽ കയറും. നീ ജീവനെ കൊണ്ട് മരണത്തെ തകർക്കും. അതുകൊണ്ട് നിന്നെ കയറ്റാതിരിപ്പാൻ എന്തൊക്കെ അവന് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അവൻ ചെയ്യും. എവിടെയെങ്കിലും നിന്നെ ഉടക്കിയിട്ടേക്കും. അവിടെ കിടന്നോളം, അവിടെ കിടക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ എല്ലാം കുടഞ്ഞെറിയണം. എല്ലാം കുടഞ്ഞെറിയണം. എനിക്ക് വലുത് ജീവനാണ്. എനിക്ക് വലുത് ജീവനാണ്. എനിക്ക്